Good morning, viewers. Today we are going to learn 9th Standard History, Chapter 8, തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിയോജക മണ്ഡലങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംവരണ മണ്ഡലങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. Let us begin. ഓക്കെ, എന്താണ് സംവരണ മണ്ഡലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ലോക്സഭ അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പിന്തുടരുന്നത് കൊണ്ട് നമ്മൾ പഠിച്ച് നേരത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ്. അപ്പൊ അതിൽ ലോക്സഭയും നിയമസഭയുമാണ് ഉൾപ്പെടുന്നതെന്നും പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ വിഭാഗക്കാർ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. എന്നാൽ സമൂഹത്തിലെ വളരെ പിന്നോക്കം നിൽക്കുന്നവരും അടിച്ചമർത്തപ്പെട്ടവരുമായ വിഭാഗക്കാർക്ക് പ്രാതിനിധ്യം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എന്തു വേണം, സ്ഥാനം വേണ്ടേ അവർക്ക്. അപ്പോൾ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഇത്തരം വിഭാഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പ്രകാരം ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും അതുപോലെ തന്നെ പട്ടിക വർഗക്കാർക്കും ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ എന്താണ് ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വേറൊരു പ്രത്യേകത. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരിക്കും. അതായത് ലോകസഭയിൽ 84 സീറ്റുകളാണ് ആർക്കുള്ളത്, നമ്മുടെ പട്ടികജാതിക്കാർക്കുള്ളത്. എത്ര സീറ്റുകളാണ്? 84 സീറ്റുകളെന്ന് ഓർത്തു വെക്കുക. അടുത്ത പട്ടിക വർഗക്കാർക്ക് എത്ര സീറ്റുകളാണ് ഉള്ളത്? എത്രയാണ്? 47. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് സ്വതന്ത്രവും നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്. അതായത് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയിട്ട് അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ ലക്ഷ്യത്തെ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് സാർവത്രിക, അതായത് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് നിലവിൽ വന്നതാണ്. മൂന്ന് വ്യവസ്ഥകളാണ് സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം, 1. ഓക്കെ, അപ്പോൾ സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതലായവയൊക്കെയാണ് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം എന്നാണ്. അപ്പൊ അത് നോക്കാം. അതായത് ഇവിടെയാണെങ്കിൽ തിരുവിതാംകൂറിൽ ആദ്യമായി നടത്തിയ മുമ്പ് നിലവിലുണ്ടായിരുന്ന വോട്ടവകാശത്തിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതായത് വോട്ടർമാരെല്ലാം ഇങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശത്തെ പറയുന്ന പേരാണ് എന്ത്? വോട്ടവകാശം. അത് ഓർത്ത് വെക്കുക. വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന അതിനുള്ള അവകാശത്തെ പറയുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വോട്ടവകാശം. അതുപോലെ തന്നെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരെ എന്താണ് അറിയപ്പെടുന്നത്? എന്താണ്? സമ്മതിദായകർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവരെ അറിയപ്പെടുന്ന പേരാണ് സമ്മതിദായകർ. ജനാധിപത്യ ഭരണക്രമത്തിൽ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഏത്? വോട്ടവകാശം. അത് ഓർത്തു വെക്കുക. ഇന്ന് ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ്. എന്താണ് സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം എന്ന് നോക്കാം. അതായത് ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് എന്ത് പറയുന്നത്? സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം എന്നാണ് സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ്? 18 വയസ്സായ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ടവകാശത്തിന് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ സാർവത്രിക, പ്രായപൂർത്തി, വോട്ടവകാശം എന്താണ് നമുക്ക് നോക്കാം.
അതായത് 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോൾ തന്നെയാണ് നമ്മുടെ വോട്ടവകാശവും നിലവിൽ വന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഭരണഘടനാ അനുച്ഛേദം 326 പ്രകാരം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഭരണഘടനാ അനുച്ഛേദം 326 എന്തിനെ പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ പരാമർശിക്കുന്നു? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ. അത് ഓർത്തു വെക്കുക. എന്നിട്ട് 1989 61-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം എങ്ങനെയാക്കി? 21 വയസ്സായിരുന്നു ആദ്യം, പിന്നെ അത് 18 വയസ്സാക്കി മാറ്റി എന്നും ഓർത്ത് വെക്കുക. അടുത്തത്, എങ്ങനെയാണ് ഒരാളെ സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് നിർദ്ദിഷ്ട ഫോറം 6-ൽ അപേക്ഷ നൽകണം. പിന്നെ എന്തായിരിക്കണം? ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകണം. പിന്നെ അടുത്തത് ഏതാണ്? സമ്മതിദാന പ്രദേശത്ത് 6 മാസ കാലയളവിലെങ്കിലും താമസക്കാരനായിരിക്കണം. ഇത് ഇത്രയാണ് അതിലുള്ള സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനുള്ള റൂളുകൾ എന്ന് പറയുന്നത്. അടുത്തത്, മാറുന്ന വോട്ടിംഗ് രീതികൾ. അതായത് പണ്ട് എങ്ങനെയായിരുന്നു വോട്ടിംഗ്, ഇപ്പോൾ വോട്ടിങ്ങിന് എന്തോന്ന് ഇലക്ട്രോണിക് മെഷീൻ ഉണ്ട് അല്ലേ. അതാണ് ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, നമ്മൾ വോട്ടിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്നെ അറിയാം അല്ലേ. അപ്പൊ അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രതിനിധി ആകാനും എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്? അവകാശമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? മത്സരിക്കാൻ പറ്റും. മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധിയാണ് ഏത്? ഞാൻ പറഞ്ഞു 18 വയസ്സ്. വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രപതിയുടെ പ്രായപരിധി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്ന് നിങ്ങൾ നല്ലപോലെ വായിച്ചു വെക്കുക. അപ്പോൾ രാഷ്ട്രപതിയുടെ പ്രായപരിധി എത്രയാണ്? 35. ഉപരാഷ്ട്രപതിയുടെ പ്രായപരിധി 35. രാജ്യസഭയുടെ പ്രായപരിധി 30. ലോക്സഭ 25. അടുത്ത സംസ്ഥാന നിയമസഭയിൽ മത്സരിക്കണമെങ്കിൽ 25. നഗരസഭകളിലാണെങ്കിൽ 21. പഞ്ചായത്തിലാണെങ്കിൽ 21. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നല്ലപോലെ വായിച്ചു വെക്കുക. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് എന്താണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവും ആയിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. ഇത് സാധ്യമാകണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3 പേർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഏതായിട്ട് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരുമാണ്. അപ്പോൾ ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരൊക്കെയാണ് അംഗങ്ങളെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരൊക്കെയാണ്? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാണും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും ചേർന്നതാണ് ഓക്കെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ ഇവരെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. അപ്പോൾ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തു വെക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും ആര് കാണും? മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കാണും. തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയമിക്കുന്നത് നമുക്കറിയാല്ലേ. നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഉള്ളതും കേന്ദ്ര സർവീസിലും അതുപോലെ ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ അത് നമുക്കറിയാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടേക്കാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്? അതായത് നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്, രാജ്യസഭ, അതുപോലെ ലോക്സഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എല്ലാം നടത്തുന്നതും ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ ഇത് ചിലപ്പോൾ ചോദിക്കാം. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ. അപ്പോ
ഇതാ ഇവിടെ സുകുമാർ സെന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ സംസ്ഥാന നിയമസഭ, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ സുകുമാർ സെൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. അടുത്തത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി അല്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് പഞ്ചായത്ത് നഗര ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് പഞ്ചായത്തും നഗരഭരണ പ്രദേശങ്ങളും സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായപ്പോൾ 73, 74 ഭരണഘടനാ ഭേദഗതി വെച്ചിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് വേണമെന്ന് പറഞ്ഞു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് രൂപീകരിച്ചു എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇവിടെ ഒരു കൊളാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെന്ന് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതായത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാലും അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും ആരാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം നടത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കൽ ആരാണ്? അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ച് തറവാക്കി വെക്കുക. Let us move on. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയ പ്രവണതകൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും നീതിപൂർവമാക്കാനായി നാം സ്വീകരിച്ച നടപടിക്രമങ്ങളാണ് നമ്മൾ ഇത്രയും സമയം പഠിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനും പൂർണ്ണമായും ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ചില അനഭിലഷണീയ പ്രവണതകളുണ്ട്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കാം എന്തൊക്കെയാണ് ആ പ്രവണതകൾ. അതായത് പണത്തിന്റെ സ്വാധീനം കൊണ്ടുവരാം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നവരുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായി പണം ചെലവഴിക്കുന്നു. അതൊക്കെ നമുക്ക് അറിയാം, നമ്മൾ സ്ഥിരം ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്നതാണ് അല്ലെ, ന്യൂസിൽ. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച അതിക്രമങ്ങൾ, പോളിംഗ് ദിനത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾ, തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും, ജാതിമത വിഭാഗങ്ങളുടെ സ്വാധീനം, സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ജാതിമത പരിഗണനകൾ സ്വാധീനം ചെലുത്തുന്നു, സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല, പാർലമെന്റിലെ നിയമസഭകളിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ അനാവശ്യമായ കാരണങ്ങൾ എന്ന് പറയുന്നത്. അനാവശ്യമായി ഉണ്ടാകുന്ന പ്രവണതകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പാളിച്ചകൾ എന്തൊക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെ, എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു, ആരാണ് എന്തിനേക്കെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുക്കുന്നത്, തെരഞ്ഞെടുക്കുന്ന രാഷ്ട്രപതിയുടെ, ഉപരാഷ്ട്രപതിയുടെ, രാജ്യസഭ, ലോക്സഭ, സംസ്ഥാന നിയമസഭ, നഗരസഭകൾ, പഞ്ചായത്തിലേക്ക് പ്രായപരിധി, അതിലൊക്കെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണെന്ന് പഠിച്ചു. അതുപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്താന്ന് പഠിച്ചു. സമ്മതിദായക രജിസ്ട്രേഷനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ പിന്നെന്തോന്ന് പഠിച്ചു? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പഠിച്ചു. സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. Now let's wind up this section. So if you like my channel, please like, share and subscribe. See you tomorrow. Okay, thank you.